CMR എക്സാലോജിക് ഇടപാടിലെ SFIO രേഖകൾ കാത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 134 രേഖകൾ നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. പക്ഷേ കുറ്റപത്രം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. ഇന്നലെ വീണ ടിയുടെ ലോക്കർ തുറന്ന് പരിശോധിച്ചെങ്കിലും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് സൂചന. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ ഇഡിക്കിനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ലഭിക്കണം. 134 രേഖകളാണ് ED ആവശ്യപ്പെട്ടത്. കൊച്ചിയിലെ കമ്പനികാര്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി EDക്ക് ആ രേഖകൾ നൽകാം എന്നുള്ള CMRL എതിർപ്പ് ഉന്നയിച്ചെങ്കിലും EDക്ക് ആ രേഖകൾ നൽകുന്നത് തടസ്സമില്ല എന്ന് കോടതി തന്നെ പറഞ്ഞിരുന്നു. 10 ദിവസത്തെ സമയം SFIOക്ക് നൽകുകയും ചെയ്തിരുന്നു രേഖകൾ കൈമാറാൻ. പക്ഷേ ആ സമയം ബുധനാഴ്ച അവസാനിച്ചു. പക്ഷേ ഇപ്പോഴും ആ രേഖകൾ EDക്ക് ലഭ്യമായിട്ടില്ല. അത് ഒരു അല്പം അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇഡിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ SFIO മറ്റൊരു ഏജൻസിയാണ്. അവരുടെ മുമ്പാകെ അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല. ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ഒരു ചർച്ച നടത്തി ഈ രേഖകൾ വാങ്ങാം എന്ന നിലയിലാണ് ഇപ്പോൾ ഇഡിയുടെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ആ രേഖകൾ കൂടി ലഭിച്ചാൽ മാത്രമേ വീണ ടിയെ ഇനി എപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുകയുള്ളൂ. ആ രേഖകൾ പരിശോധിക്കണം. അതിൽ എക്സാലോജിക്കും CMRL തമ്മിലുണ്ടാക്കിയ കരാറ്, എക്സാലോജിക്കും അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, CMRLും വീണയും തമ്മിലുണ്ടാക്കിയ കരാറ്, വീണയുടെ IT റിട്ടേൺസ് അടക്കം 134 രേഖകളാണ് അതിലുള്ളത്. ആ രേഖകൾ വിശദമായി പരിശോധിച്ച് വീണയുടെ മൊഴിയുമായി താരതമ്യം ചെയ്ത ശേഷമായിരിക്കും വീണയെ വീണ്ടും വിളിക്കുക. അപ്പോൾ ഈ രേഖകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തര നടപടി. ഇന്നലെ വീണയുടെ ലോക്കർ, തിരുവനന്തപുരത്തെ ലോക്കർ തുറന്ന് പരിശോധിച്ചെങ്കിലും കാര്യമായ ഒന്നും തന്നെ ഇഡിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു പരിശോധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം CMRL നിന്ന് ലഭിച്ച പണം അത് ഈ അക്കൗണ്ടിലേക്കോ ഈ ലോക്കറിലോ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത്തരത്തിൽ ആ പണം അവിടെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ലോക്കറിൻ്റെ ഇനിയിപ്പോൾ അടുത്ത നടപടിയിലേക്ക് അത് പണം നേരത്തെ മരവിപ്പിച്ച അക്കൗണ്ട് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് പോകണം. അതിന്റെ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കൂടിയാണ് പരിശോധന നടത്തിയത്. അങ്ങനെ ഇപ്പോൾ ED അന്വേഷണം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു. CMRL ഉദ്യോഗസ്ഥരെ വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യും. SFIO റിപ്പോർട്ടും കൂടി ലഭിച്ച ശേഷം വീണയെ വിളിപ്പിക്കാനാണ് തീരുമാനം. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.